ഇന്നും അതൊക്കെ ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം, ഒരു മഹാത്മാവിൻ്റെ പേരിലുള്ള പുരസ്കാരം എൻ്റെ വീട്ടിലെത്തുമ്പോൾ ഞാൻ അതിനെ ദൈവാനുഗ്രഹം എന്നല്ലാതെ എന്താണ് ഞാൻ പറയേണ്ടത്? എനിക്ക് ഈ അവാർഡ് തരാൻ തീരുമാനിച്ച ജഡ്ജിങ് കമ്മിറ്റി, ഞാൻ വളരെ ആദരവോട് കാണുന്ന, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന മധു സാർ, എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ, എൻ്റെ സുഹൃത്ത് പന്തളം സുധാകരൻ, സൂര്യയുടെ കഴിഞ്ഞ 33 വർഷത്തെ പ്രവർത്തനങ്ങളിൽ പുറകെ നിന്നുകൊണ്ട് ഒരു താങ്ങും തണലുമായിരുന്ന ശ്രീ തലേക്കുന്നിൽ ബഷീർ എന്നിവർ ചേർന്നിട്ടുള്ളതായിരുന്നു അവാർഡ് കമ്മിറ്റി. ഞാൻ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. നസീർ സാറിൻ്റെ മകൻ ജനറൽ സെക്രട്ടറിയും തലേക്കുന്നിൽ ബഷീർ അവർകൾ ചെയർമാനും, പിന്നെ പൂവച്ചൽ ഖാദർ, ചെമ്പഴന്തി ബഷീർ, താജ് ബഷീർ, മോഹൻദാസ് തുടങ്ങിയ നിരവധി ആൾക്കാർ ഉള്ളതാണ് പ്രേം നസീർ ഫൗണ്ടേഷൻ. എന്നോട് കാട്ടിയ സ്നേഹം, കാരുണ്യം ഞാൻ എന്നും ഓർക്കും. ഇനി വേദിയിലുള്ള ഒരാളെ കൂടി ഞാൻ നന്ദി പറയുകയല്ല, ഓർമ്മിക്കുന്നു. മലയാളത്തിലെ ജയന്റെ രൂപധാരദൃശ്യമുള്ള ഒരാൾ നമ്മുടെ വേദിയിലിരിപ്പുണ്ട്, റഫീഖ് യൂനസ്. എനിക്ക് ആണ് ഇക്കൊല്ലത്തെ പ്രേം നസീർ അവാർഡ് എന്നറിഞ്ഞത് മുതൽ എന്നേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. എനിക്കാണ് അവാർഡ് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ അവാർഡ് നിശയുടെ നടത്തിപ്പ് മുഴുവൻ അതിൻ്റെ ചുക്കാൻ ഞാൻ പിടിച്ചുകൊള്ളാം എന്നുള്ള രീതിയിൽ. അദ്ദേഹം സൗദി അറേബ്യയിലെ ഒരു വലിയ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്, സൂര്യയുടെ ഓവർസീസ് കോർഡിനേറ്ററാണ്. പലപ്പോഴും തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട്, എന്തിനാണ് ഈ മനുഷ്യൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്ന്. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൽ പലപ്പോഴും ഞാൻ അലിഞ്ഞ് ഇല്ലാതായി പോകുന്നും ഉണ്ടാകും. ഒരു മുൻജന്മ ബന്ധം പോലെ, ഈ ജന്മത്തിലെ ഒരു സുഹൃതം പോലെ ഞാൻ ആ മനുഷ്യനെ ഓർക്കുന്നു.